Hello all. So this is the bridge course part number 2 for auditing and ethics paper. I am your faculty Nityan Sedumadhavan, auditing faculty at III Trivandrum and Kochi branches. Okay. സോ നമുക്കിതിന് മുമ്പുണ്ടായിരുന്ന പാർട്ട് 1 വീഡിയോ സെഗ്മെൻറ്റിൽ ഞാൻ ജസ്റ്റ് ഈ സബ്ജക്റ്റിനെ ഒന്ന് പരിചയപ്പെടുത്തി തന്നിരുന്നു. നമ്മുടെ പേപ്പർ നമ്പർ 5 ആണ് CS സിലബസിലത്തെ പേപ്പർ നമ്പർ 5 ആണ് ഓഡിറ്റിംഗ് എത്തിക്സ്. ഇത് തിയറി പേപ്പറാണോ പ്രോബ്ലം പേപ്പറാണോ, ഇതിൻ്റെ അകത്ത് എങ്ങനത്തെ ചാപ്റ്റേഴ്സ് ആണ്, എന്താണ് ഇതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനത്തെ ഒരു ബ്രീഫ് ഐഡിയ തരുന്ന ഒരു പാർട്ട് 1 വീഡിയോ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു. ഇഫ് യു ഹാവ് നോട്ട് വാച്ച്ഡ് ഇറ്റ്, അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. നൗ ഈ ഒരു വീഡിയോ സെഗ്മെൻറ്റിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു ഗിവ് യു എ മോർ ക്ലാരിറ്റി അബൌട്ട് ദ സബ്ജക്റ്റ് ഓഡിറ്റിംഗ് എന്നുള്ള വിഷയം എങ്ങനെയാണ് ഒരു ക്ലാസ്, നമുക്ക് എങ്ങനെയായിരിക്കും ഒരു ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്, ഈ വിഷയത്തിൻ്റെ കുറച്ചൊരു ബേസിക്സ് ഒക്കെ നമുക്ക് പഠിക്കാം. സോ യു വിൽ ഓൾസോ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഗെറ്റ് ടു നോ മോർ അബൌട്ട് മീ ഓൾസോ. ഫാക്കൾട്ടിനെ കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കുക, ക്ലാസ് എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുക. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ പാർട്ട് 2 വീഡിയോ വെച്ചേക്കുന്നത്. ഓക്കെ, സോ ടോക്കിംഗ് അബൌട്ട് മൈസെൽഫ്, ഐ എം നിത്യൻ. ഐ എം ടേക്കിംഗ് ദിസ് സബ്ജക്റ്റ് ഓഡിറ്റിംഗ് എന്നുള്ള പേപ്പർ ലാസ്റ്റ് 10 years ആയിട്ട് 2015 തൊട്ടിട്ട് പഠിപ്പിക്കാൻ തുടങ്ങുന്നു. ആൻഡ് ലാസ്റ്റ് 10 yearsൻ്റെ ജേർണിയിൽ ഇറ്റ് ഹാസ് ബീൻ എ വെരി ബ്യൂട്ടിഫുൾ ജേർണി ഫോർ മീ. ഐ മസ്റ്റ് ഹാവ് ടോട്ട് മോർ ദാൻ 3,000-4,000 സ്റ്റുഡൻസ് അപ്രോക്സിമേറ്റ്ലി ദിസ് പീരിയഡ്. ഇതിൽ ഒരുപാട് പിള്ളേരെ ഇൻ്റർമീഡിയറ്റ് പാസ്സാക്കിയിട്ടും ഈവൻ ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് എനിക്കുണ്ട്. അത് പറയുന്നതിൽ ഒരുപാട് സന്തോഷവുമുണ്ട്. ഓൾസോ ഈ ഇൻ്റർമീഡിയറ്റ് സർവീസിൽ തന്നെ നമ്മുടെ ഈ CA ഇൻ്ററിൻ്റെ ഓഡിറ്റിംഗ് എന്നുള്ള പേപ്പറിൽ ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റുഡൻസിന്, ഹൺഡ്രഡ്സ് ഇൻ ദ റീസെൻറ്റ് അറ്റംപ്റ്റ് ഇറ്റ് സെൽഫ്, തൊട്ടടുത്ത് കഴിഞ്ഞ് ഈ അടുത്ത അറ്റംപ്റ്റുകളിൽ തന്നെ 100-ലധികം കുട്ടികൾക്ക് എക്സംഷൻ മാർക്കോടെ കൂടിയിട്ട് ഈ പേപ്പർ അവരെ സഹായിച്ചു കൊടുത്ത് അവരുടെ CA എന്ന ഡ്രീമിലോട്ട് അച്ചീവ് ചെയ്യാനൊക്കെ പറ്റി സാധിച്ചു എന്ന് നന്ദിയോടെ സ്മരിക്കുന്ന ഒരു ഫാക്കൽറ്റിയാണ് ഞാൻ. ആൻഡ് റൈറ്റ് നൗ യു ക്യാൻ ഗെറ്റ് മൈ ക്ലാസ്സസ് അറ്റ് ദ ട്രിവാൻഡ്രം ബ്രാഞ്ച് ഓർ ദ കൊച്ചി ബ്രാഞ്ച് ഓഫ് III. നമുക്കിവിടെ 20 daysൻ്റെ ഒരു ഓഫ്ലൈൻ ക്ലാസ് ആണ് ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്യാറുള്ളത്. റെഗുലർ ബാച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് 20 days ആയിരിക്കും. ഓക്കെ, 20 days, അതൊരു 3 സെഗ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യാറുള്ളത്. എന്തുകൊണ്ടാണ് 3 സെഗ്മെൻറ്റ് ഇത് ഡിവൈഡ് ചെയ്യുന്നതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, സോ യെസ്, അപ്പോൾ ദാറ്റ് ഈസ് അബൌട്ട് മീ എന്ന് ബേസിക്കലി ഞാൻ പറയുകയാണെങ്കിലും, കാരണം ബിക്കോസ് ഇഫ് യു വാണ്ട് ടു നോ മീ, എൻ്റെ ക്ലാസ്സിനെ പറ്റിയിട്ട് മനസ്സിലാക്കുമ്പോൾ ദിസ് ഇസ് വാട്ട് ഐ ഹാവ് ടു ടെൽ യു. നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിസൾട്ട്സ് വിത്ത് SRO നമ്പർ കാണാൻ വേണ്ടി പറ്റും. റീസെൻ്റ് ആയിട്ടുള്ള, അതായത് ഒരു 2024 May, 2024 September, ഇപ്പോൾ 2025 നടന്നിട്ടുള്ള Jan, ആൻഡ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്തേക്ക് May 25 റിസൾട്ട് വന്നിട്ടുണ്ടാവില്ല. ആ റിസൾട്ടും കൂടി വന്നിട്ട് നോക്കുവാണെങ്കിൽ കുറേയും കൂടി എനിക്ക് ഇത് കാണിക്കാൻ പറ്റും. റീസെൻ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റിൽ വെച്ചിട്ട് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് എക്സംഷൻസ് വന്നിട്ടുള്ളത് നമ്മുടെ ക്ലാസ്സിൽ തന്നെയാണ്. യാതൊരു ഡൗട്ടുമില്ല. വിത്ത് SRO നമ്പേഴ്സ് ഐ ഹാവ് ഗിവൺ ദ ഫോട്ടോസ് ആൻഡ് മാർക്സ് ആൻഡ് എവറിത്തിങ് ഓഫ് ഓൾ ദ സ്റ്റുഡൻസ്. ഏറ്റവും കൂടുതൽ പിള്ളേർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ എൻ്റെ ദൗത്യം. നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഐ ലുക്ക് ഫോർവേഡ് ടു സീ യു ഓൾസോ ഇൻ പേഴ്സൺ. നേരിട്ടിട്ട് ക്ലാസ്സിൽ വന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കട്ടെ. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഒരു നെക്സ്റ്റ് എക്സംഷൻ്റെ ലിസ്റ്റിലോട്ട് നിങ്ങളുടെ പേരും കൂടി എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് ലെറ്റ് us just start the subject. ഓക്കെ, നൗ ഓഡിറ്റിംഗ് എന്നുള്ള പേപ്പർ. അപ്പോൾ ഞാൻ നമ്മുടെ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതൊരു തിയറി പേപ്പറാണ്, ഓഡിറ്റിംഗ് ഒരു കോർ പേപ്പറാണ്, സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റിംഗ് എന്നുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, അദൃശ്യനായിട്ടുള്ള വില്ലനാണെന്നൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ ഒക്കെ പറഞ്ഞിരുന്നു അല്ലേ. സോ യെസ്, ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് ദിസ് സബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് ഒരു ചെറുതായിട്ടൊരു ഡെമോ സെഷൻ പോലെ ഒരു 20 minutes, ഒരു 30 minutes നമുക്ക് ചെറുതായിട്ട് ഈ ഓഡിറ്റിങ്ങിലോട്ടൊരു ചുവട് എഴുന്നെടുക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് സി ട്രൈ ടു ഗെറ്റ് കംഫർട്ടബിൾ വിത്ത് ദ സബ്ജക്റ്റ്. ഈ വേർഡ്സും ഒക്കെ കുറച്ച് ദിവസം ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, സോ യെസ്, എന്താണ് ഓഡിറ്റിങ്, ആരാണ് ഓഡിറ്റർ, ദാറ്റ് ഇസ് ദ ചോദ്യം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിട്ട് ഈ സബ്ജക്റ്റ് ചിലപ്പോൾ നിങ്ങൾ ഫൗണ്ടേഷൻ റൂട്ട് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ യു മൈറ്റ് ബി ഹിയറിംഗ് ദിസ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ടാണ് ഈ ഓഡിറ്റിംഗ് എന്നുള്ള പേപ്പറിനെ പറ്റി നിങ്ങൾ കേൾക്കുന്നത്. കാരണം സ്കൂൾ ലെവലിലും ഒന്നും ഫൗണ്ടേഷനിലൊന്നും ഈ ഓഡിറ്റിങ്ങിനെ പറ്റി കേൾക്കാനോ ഓഡിറ്ററിനെ പറ്റി പഠിക്കാനോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളെന്തായാലും സിനിമയിലോ ഏതെങ്കിലുമൊക്കെ നെറ്റ്ഫ്ലിക്സ് സീരീസിലൊക്കെ ഈ ഓഡിറ്റർമാർ, ഫിനാൻഷ്യൽ സ്കാമുകളൊക്കെ നടക്കുന്ന ഏതെങ്കിലും സിനിമയൊക്കെ ആണെങ്കിൽ അതിലൊക്കെ സ്കാം കണ്ടുപിടിക്കുന്ന കഥാനായകനായിട്ട് ഓഡിറ്റർമാരും ചാർട്ടേഡ് അക്കൗണ്ടൻസിനെയൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവാം ഒക്കെ ചാൻസ് ഉണ്ട്. മലയാളത്തിലൊരു പഴയ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയുണ്ട്, റോബിൻ ഹുഡ് എന്ന് പറയും, കുറച്ച് പഴയ സിനിമയാണ്. അതിൽ നരൈൻ എന്നുള്ള ഒരു നടൻ നമുക്ക് അവിടെ ഓഡിറ്ററായിട്ടൊക്കെ വന്നിട്ട് ഈ പൃഥ്വിരാജ് ചെയ്യുന്ന ബാങ്ക് ഫ്രോഡ് കണ്ടുപിടിക്കാനൊക്കെ വരുന്നതായിട്ട് അങ്ങനെയൊക്കെ സീനുണ്ട്. അപ്പോൾ ഈ ഓഡിറ്റർ എന്നുള്ള ഒരു കഥാപാത്രത്തിനെ പറ്റി ഐ എം ഷുവർ ദാറ്റ് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കില്ല ഓഡിറ്റർ എന്നുള്ള വാക്ക് കേൾക്കുന്നത്. ഇത് പഠിച്ചിട്ടൊന്നുമില്ലെങ്കിലും ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ
ലെറ്റ്സ് ജസ്റ്റ് സേ അപ്പോൾ അല്ലാണ്ട് നിങ്ങൾ ഒരാൾ ചോദിക്കുകയാണ്, ഓക്കെ നിങ്ങളിപ്പോൾ CA സ്റ്റുഡൻ്റ് അല്ലേ, നിങ്ങൾ CA പഠിക്കുകയാണെന്ന് കേട്ടല്ലോ, ആരാണ് മോനെ ഈ ഓഡിറ്റർ എന്ന് നിങ്ങളോട് ഒരാൾ ചോദിച്ചു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൊച്ചനിയൻ അല്ലെങ്കിൽ ഒരു കുഞ്ഞനിയത്തി നിങ്ങൾ ചോദിക്കുകയാണ്, ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി ആരാണ് ഈ ഓഡിറ്റർ എന്ന്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് വേറെ ഒന്നും ചോദിക്കുകയില്ലേ, എന്നാലും ചോദിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ ചോദിച്ചാൽ ഈ 6 വയസ്സ് 7 വയസ്സ് പ്രായമുള്ള ഒരു ചെറിയ കുട്ടിയുടെ അടുത്താണെങ്കിൽ നിങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും? ടെക്സ്റ്റ് ബുക്കിൽ ഡെഫിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി തല ഇറങ്ങി വീഴും. അപ്പോൾ ഒരു ചെറിയ കുട്ടിക്ക് ആണെങ്കിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ എങ്ങനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക? ആ രീതിയിൽ ചിന്തിച്ച് നോക്കുക. ഐ നോ നിങ്ങൾ ഈ സബ്ജക്റ്റ് പഠിച്ചിട്ടില്ല, നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ ആദ്യമായിട്ടോ കേൾക്കുന്നത്, സാറേ പഠിപ്പിക്കാതെ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? അതെനിക്കറിയാം, നിങ്ങൾക്ക് ഇപ്പോൾ ഡെഫിനേഷൻ അറിയില്ല എന്ന് എനിക്കറിയാം. ഐ എം നോട്ട് ആസ്കിങ് ഫോർ ദ ഡെഫിനേഷൻ, ഞാൻ അതല്ല ചോദിക്കുന്നത്. ഒരു കൊച്ചു കുട്ടി നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾ എന്താണ് പറയാൻ വേണ്ടി പോകുന്നത്? നിങ്ങൾക്ക് സങ്കല്പം ഉണ്ടാവുമല്ലോ, ഈ പേര് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ ഓഡിറ്റർ എന്നൊക്കെ. അപ്പം നിങ്ങളുടെ ഒരു അറിവ് എന്താണ്? വാട്ട് ഡു യു തിങ്ക് ആൻ ഓഡിറ്റർ ഡസ്? ഒരു ഓഡിറ്റർ എന്താ ചെയ്യുക? അത് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഒന്നും ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു കൊച്ചു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ പറഞ്ഞു കൊടുക്കും അങ്ങനെ ചിന്തിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സിംപ്ലിഫൈഡ് ആയിട്ട് ചിന്തിച്ച് നോക്കുക. ഓഡിറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇരുത്തി സമാധാനമായിട്ട് ചിന്തിച്ചാൽ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരാൻ പോകുന്ന ഉത്തരങ്ങളിലൊന്ന് ഓഡിറ്റിംഗ് ഒരു പരിശോധനയാണ് എന്നായിരിക്കും. ഓഡിറ്റിംഗ് അതാണ്, ഒരു എക്സാമിനേഷനാണ്, ഒരു പരിശോധനയാണ്. നമ്മളൊരു കാര്യം ചെക്ക് ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒരു ചോദ്യം വരും, എന്തിനെയാണ് പരിശോധിക്കുന്നത്? കാരണം പരിശോധന പല ആൾക്കാരും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഡോക്ടർമാർ രോഗം പരിശോധിക്കാറുണ്ട്, പോലീസുകാർ കുറ്റം അന്വേഷിക്കാറുണ്ട്. ഇതൊക്കെ ഒരു എക്സാമിനേഷൻ അല്ലേ? ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ടിക്കറ്റ് കളക്ടർ നിങ്ങളുടെ ടിക്കറ്റ് എക്സാമിൻ ചെയ്യാറുണ്ട്. സോ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റും ഒരു ഓഡിറ്ററും ഒരു എക്സാമിനേഷൻ നടത്തുന്നു. ഓഡിറ്റർ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ബേസിക്കലി എൻ എക്സാമിനേഷൻ, ഒരു പരിശോധന. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരാൻ പോകുന്ന മനസ്സിൽ എന്തിനെയായിരിക്കും പരിശോധിക്കുക? നിങ്ങൾക്കറിയാം, അത് ഗസ് ചെയ്യാൻ പറ്റും. ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടുള്ള കുട്ടികളല്ലേ, എന്തിനെയായിരിക്കും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകുന്ന ഓഡിറ്റർ പരിശോധിക്കേണ്ടി വരിക? നമ്മളെന്തായാലും ടിക്കറ്റ് ചെക്ക് ചെയ്യാനും അല്ലെങ്കിൽ മറ്റേ കുറ്റാന്വേഷണം നടത്താനും രോഗനിർണയം നടത്താനൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളുടെ പരിശോധന എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകൾ, ബാലൻസ് ഷീറ്റ്, PR അക്കൗണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, പർച്ചേസ്, സെയിൽസ്, ക്യാഷ്, ബാങ്ക്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് നമ്മൾ ചെക്ക് ചെയ്യുക. സോ ലെറ്റ്സ് സേ ഒരു ഒറ്റ വാക്കായിട്ട് പറയാം, ഓഡിറ്റിംഗ് ഒരു പരിശോധനയാണ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, കണക്കുകളുടെ. ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ പരിശോധിക്കുക എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ചോദ്യം വരാവുന്നത്, അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ആരുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ? ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഈ പർച്ചേസ്, അസറ്റ്സ്, സെയിൽസ്, ലയബിലിറ്റീസ്, ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, അതൊക്കെയാണല്ലോ ഈ ഫിനാൻഷ്യൽ കണക്കുകൾ. ആരുടെ ഫിനാൻഷ്യൽ കണക്കുകളെ നമ്മൾ ചെക്ക് ചെയ്യുക? എനിക്കറിയാം ഇപ്പം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുള്ള വാക്ക് കമ്പനി എന്നായിരിക്കും. പക്ഷെ കമ്പനിക്ക് മാത്രമാണോ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഉണ്ടാവുക? ഒരു കമ്പനിക്ക് മാത്രമല്ലല്ലോ. ഏതൊരു കച്ചവട സ്ഥാപനത്തിനും ഒരു ബിസിനസ് എൻറ്റിറ്റിക്ക് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഉണ്ടാവും. അത് പ്രൊപ്പറൈറ്റർ ആകാം, അത് പാർട്ട്ണർഷിപ്പ് ആകാം, അത് LLP ആകാം, HUF ആകാം, AOP ആകാം, കമ്പനി ആകാം, ട്രസ്റ്റ് ആവാം, സൊസൈറ്റി ആവാം, NGO ആകാം, നോട്ട് ഫോർ പ്രോഫിറ്റ് എൻറ്റിറ്റീസ്, ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്ക് വരെ ഫിനാൻഷ്യൽ കണക്കുകളുണ്ട്. അവർക്കും ഉണ്ടല്ലോ വിറ്റ് വരുമാനം, സെയിൽസ് ഉണ്ട്, ടേൺ ഓവർ, എക്സ്പെൻസ്, സാലറി, വേജ്, ഇൻട്രസ്റ്റ്, റെൻറ്റ്, ഇതൊക്കെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് അല്ലേ. സോ ഓഡിറ്റർ എന്ന് വെച്ചാൽ ഇതെല്ലാം പരിശോധിക്കാൻ വരുന്ന ഒരാളാണ്. ഓക്കെ, ഓഡിറ്റിംഗ് ഇസ് എ എക്സാമിനേഷൻ, പരിശോധനയാണ്. എന്തിൻ്റെ പരിശോധന? ഇത്തരം ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസിൻ്റെ പരിശോധന. ആരുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ? ആരുടെയും ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആകാം. ഈ പറഞ്ഞ കമ്പനികൾ, പ്രൊപ്പറൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, LLP, ഇവർക്കൊക്കെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഉണ്ടാകാം. സോ ഇതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പരിശോധിക്കാവുന്നതാണ്. സോ ഓഡിറ്റിംഗ് ഇസ് ദ എക്സാമിനേഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് എനി എൻറ്റിറ്റി. ഏത് എൻറ്റിറ്റിയും ആകാം, വെദർ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ഓർ നോട്ട്. പ്രോഫിറ്റ് ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ട്രസ്റ്റുകൾ, ചാരിറ്റബിൾ സൊസൈറ്റി, NGO, ഓർഫനേജ്, ഹോസ്പിറ്റൽസ്, അവർക്കും ഉണ്ടാവും. ഹോസ്പിറ്റൽസ്, ചാരിറ്റി ചെയ്യുന്ന ഹോസ്പിറ്റൽസ്, ഓക്കെ, അവർക്കും ഉണ്ടാകും. ഇനിയിപ്പോൾ പ്രോഫിറ്റിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ, അവർക്കും ഉണ്ട്. സിനിമ തിയേറ്റേഴ്സ് ആയിക്കോട്ടെ, സ്കൂൾസ് ആയിക്കോട്ടെ, കോളേജ് ആയിക്കോട്ടെ, പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, അവർക്കും ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഉണ്ട്. അതിനെയും നമുക്ക് ചെക്ക് ചെയ്യാം. ഇറസ്പെക്റ്റീവ് ഓഫ് സൈസ് ആൻഡ് ലീഗൽ ഫോം. എന്താ ഇറസ്പെക്റ്റീവ് ഓഫ് സൈസ് ആൻഡ് ലീഗൽ ഫോം? ചെറിയ സ്ഥാപനം, വലിയ സ്ഥാപനം എന്നുള്ള വ്യത്യാസമില്ല. ഫിനാൻഷ്യൽ കണക്കുകളുണ്ടോ അത് പരിശോധിക്കപ്പെടാം. ആർക്ക് പരിശോധിക്കാൻ പോയിട്ട്? ഓഡിറ്ററിന് പരിശോധിക്കാം. സോ ഇറസ്പെക്റ്റീവ് ഓഫ് സൈസ് ആൻഡ് ലീഗൽ ഫോം. ലീഗൽ ഫോം മീൻസ് ഏത് രീതിയിൽ ആണ് ഈ കച്ചവട സ്ഥാപനം കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ളത്. ഡസൻറ്റ് മാറ്റർ. ഇറ്റ് ക്യാൻ ബി എ പ്രൊപ്പറേറ്റർഷിപ്പ്, ഇറ്റ് ക്യാൻ ബി എൻ LLP, HUF, വാട്ട് എവർ. സോ ഓഡിറ്റിംഗ് എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു പരിശോധനയാണ്, ഒരു എക്സാമിനേഷനാണ്. എന്തിൻ്റെ പരിശോധനയാണ്? ഓഫ് ദ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്. ആരുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ്? ആരുടെയും ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ആകാം. എനി എൻറ്റിറ്റി, വെദർ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ഓർ നോട്ട്, ഇറസ്പെക്റ്റീവ് ഓഫ് സൈസ് ഓർ ലീഗൽ ഫോം. നൗ അടുത്തതാണ്
എന്തിനാണാവോ ഇപ്പോൾ ഇത് പരിശോധിച്ചത്? ഇങ്ങനെ പരിശോധിച്ചുകൊണ്ട് നടക്കുന്നത് എന്തിനാ? വൈ ഷുഡ് വി എക്സാമിൻ ഓൾ ദീസ് തിങ്സ്? ദ കോർ പർപ്പസ്, ദി അൾട്ടിമേറ്റ് പർപ്പസ്, ദ എൻഡ് റിസൾട്ട്, ദ എൻഡ് സ്റ്റെപ്പ് ബീയിങ് ഒരു അഭിപ്രായം പറയുക. യെസ്, യു ഹേർഡ് ഇറ്റ് റൈറ്റ്. ഒരു അഭിപ്രായം പറയുക. ഒരു അഭിപ്രായം പറയുവാൻ വേണ്ടി നടത്തുന്ന പരിശോധന മാത്രമാണ് ഈ ഓഡിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് നമ്മൾ ഒരു ഒപ്പീനിയൻ ആണ് പറയുന്നത്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? നമ്മൾ ഈ പരിശോധന നടത്തിയിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നില്ല, നമ്മളൊരു ജഡ്ജ്മെൻറ്റ് പറയുന്നില്ല, നമ്മളൊരു അഭിപ്രായം. ജസ്റ്റ് ആൻഡ് ഒപ്പീനിയൻസ് ആർ ഓൾവേസ് സബ്ജക്റ്റീവ് ഇൻ നേച്ചർ, അല്ലേ? ഞാൻ ഒരു വിഷയത്തിനെ പറ്റി പറയുന്ന ഒപ്പീനിയൻ ആയിരിക്കണം എന്നില്ല നിങ്ങൾക്ക് അതേ വിഷയത്തിനെ പറ്റിയിട്ടുണ്ടാകുന്നത്. അങ്ങനെ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ അഭിപ്രായം പ്രകടിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ. ആൻഡ് ആൻ ഓഡിറ്റർ ഇസ് ബേസിക്കലി സമ്മൺ ഹു ഇസ് ജസ്റ്റ് കമ്മിങ് ടു ഗിവ് ഹിസ് പ്രൊഫഷണൽ ഒപ്പീനിയൻ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഡോട്ട്. നമ്മളൊരു വെർഡിക്റ്റ് പറയുന്നില്ല, നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റോ ഒരു വിധി നിർണ്ണയമോ അല്ലെങ്കിൽ ഒരു ഡിസിഷനോ ജഡ്ജ്മെൻറ്റോ ഒന്നുമല്ല പറയുന്നത്. വി ആർ ജസ്റ്റ് ഗിവിങ് അവർ ഒപ്പീനിയൻ ഓൺ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ എൻറ്റിറ്റി. ഒരു സ്ഥാപനത്തിൻ്റെ ഇത്തരം കണക്കുകളെല്ലാം പരിശോധിച്ചതിന് ശേഷം നമ്മളൊരു ഒപ്പീനിയൻ പറയും. എന്ത് ഒപ്പീനിയൻ? ഇത് വിശ്വസിക്കാമോ ഇല്ലയോ? ഈ കച്ചവട സ്ഥാപനങ്ങൾ പറയുന്ന ഈ കണക്കുകൾ, ഈ അസറ്റ്, ഈ ലയബിലിറ്റി, ഈ ഇൻകം, ഈ എക്സ്പെൻസ്, ഇത് വിശ്വാസ്യയോഗ്യമാണോ, ഇത് റിലയബിൾ ആണോ എന്ന അഭിപ്രായമാണ് നമ്മൾ പറയുന്നത്. വെൻ സച്ച് എൻ എക്സാമിനേഷൻ ഇസ് കണ്ടക്റ്റഡ് വിത്ത് എ വ്യൂ ടു എക്സ്പ്രസ് എൻ ഒപ്പീനിയൻ ദെയർ ഓൺ. എന്തിനാണ് ഒരു ഓഡിറ്റർ വന്നിട്ട് ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്? ഒരു ഓഡിറ്ററിന് അഭിപ്രായം പറയേണ്ട ആവശ്യം എന്താ? ഇയാൾ എന്തിനാ ഇവിടെ വന്ന അഭിപ്രായം പറയുന്നത്? അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലിപ്പോൾ ചോദിക്കാം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു കൊമേഴ്ഷ്യൽ ഫീൽഡിൽ, നിങ്ങൾ കൊമേഴ്ഷ്യൽ ലോകത്തിലോട്ട് വാ, നിങ്ങളുടെ ചിന്ത അങ്ങോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് ചിന്തിക്കുക, നിങ്ങൾക്കൊരു കമ്പനിയുടെ ഷെയർ മേടിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു ബാങ്കിൽ പോയിട്ട് FD ഇടുന്ന പോലെ ഒരു കമ്പനിയിൽ പോയിട്ട് യു വാണ്ട് ടു മേക്ക് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷെയർസ് മേടിക്കണം എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ യു വാണ്ട് ടു ബൈ എ ബിസിനസ്, ഒരു ബിസിനസ്സിനെ വാങ്ങിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ ശരിക്കും എത്ര രൂപയാണ് ഈ ബിസിനസ്സിന് കൊടുക്കേണ്ടത്? എന്താണ് ആ ബിസിനസ്സിൻ്റെ വാല്യൂ? അല്ലെങ്കിൽ ഞാൻ ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കമ്പനി എയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, കമ്പനി ബിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ഇൻഫോസിസിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, TCSൽ ഇൻവെസ്റ്റ് ചെയ്യണോ? ഇങ്ങനത്തെ ഡിസിഷൻസ് നിങ്ങൾക്ക് എടുക്കണ്ടേ? ഇത് നിങ്ങൾ എന്ത് ബേസിസിൽ എടുക്കുക? നിങ്ങൾക്ക് ഒരുപാട് കോടികൾ പോക്കറ്റ് മണി ആയിട്ടുണ്ടെങ്കിൽ ഏത് കമ്പനിയിൽ വേണമെങ്കിലും വാങ്ങിക്കാം, പൈസ ഇൻവെസ്റ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ബട്ട് ഇഫ് യു ഹാവ് യുവർ ഹാർഡ് ഏൺ മണി വിത്ത് യു ആൻഡ് യു വാണ്ട് ടു മേക്ക് എ പ്രോപ്പർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഇൻ യുവർ ലൈഫ്, നിങ്ങൾ എന്ത് ബേസിസിലാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക? നിങ്ങൾ അപ്പോൾ ഈ സൈറ്റിലൊക്കെ കയറിപ്പോവും, ഈ ഗൂഗിളിലൊക്കെ കയറിയിട്ട് നിങ്ങൾ പഠിക്കും ഇതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ്റെ ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, ഇതിൻ്റെ നെറ്റ് വർത്ത് എത്രയാണ്, ഇതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഡിസിഷൻ എടുക്കുക. ജസ്റ്റ് ഞാനൊരു ലൈവായിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഗൂഗിൾ ക്രോം വെബ്സൈറ്റിലോട്ട് കയറുക. ഓക്കെ, ഗൂഗിളിലോട്ട് വന്നിട്ട് സ്ക്രീനർ എന്നുള്ള സൈറ്റിലോട്ട് കയറുക. സ്ക്രീനർ, SCREENER. എന്നിട്ട് ലെറ്റ്സ് സേ നമുക്കിപ്പോൾ ഏത് കമ്പനീനെ പറ്റിയാണോ അറിയേണ്ടത്, ലെറ്റ്സ് സേ റിലയൻസ് എടുക്കാം നമുക്ക്. സോ റിലയൻസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ സ്ക്രീനറിൽ നമുക്ക് റിലയൻസിൻ്റെ ഫുൾ ഫിനാൻഷ്യൽ ഡേറ്റ ഇൻഫർമേഷൻ നമ്മുടെ മുമ്പിൽ നിന്ന് കിട്ടും. അതായത് അവരുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, എത്ര കോടി രൂപയുടെ ഷെയർസ് ആണ് ഇവിടെ ഇപ്പോൾ ഇഷ്യൂ ചെയ്തേക്കുന്നത്. റിലയൻസ് എത്ര രൂപയുടെ ഷെയർ ക്യാപിറ്റലാണ് ടോട്ടൽ ഈ ഇവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഒരു ഷെയറിൻ്റെ ഇന്നത്തെ കറണ്ട് വാല്യൂ എത്രയാണ്, അവരുടെ ബുക്ക് വാല്യൂ എത്രയാണ് ഒരു ഷെയറിൻ്റെ, സ്റ്റോക്ക് PE റേഷ്യോ, ഡിവിഡൻഡ് yield, ഫേസ് വാല്യൂ ഓഫ് വൺ ഷെയർ എത്രയാണ് അവരുടെ. ഈ ഫേസ് വാല്യൂ, കറണ്ട് മാർക്കറ്റ് പ്രൈസ്, ഇതൊക്കെ ഫൗണ്ടേഷനിലൊക്കെ നിങ്ങൾ കണ്ട് പരിചയിച്ചിട്ടുള്ള വാക്കുകളായിരിക്കുമല്ലോ. യെസ്. പിന്നെ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഇവരുടെ ക്വാർട്ടർലി റിസൾട്ട്സ് നോക്കിയേ. ഈ പറയുന്ന നമ്മുടെ മാർച്ച് 2025 ക്വാർട്ടർ വരെ അവർക്ക് എത്രയാണ് സെയിൽസ് ഉണ്ടായിട്ടുള്ളത്, സെയിൽസ് മൈനസ് എക്സ്പെൻസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്രയാണ്, അതർ ഇൻകം, ഇൻട്രസ്റ്റ്, ഡെപ്രിസിയേഷൻ. നിങ്ങൾ അക്കൗണ്ടൻസി ക്ലാസ്സിൽ ബേസിക്കലി കണ്ടിട്ടുള്ള എല്ലാ വാക്കുകളും റിയൽ ടൈം ആയിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിങ്ങനെ നോക്കുമ്പോൾ യെസ് യു ക്യാൻ സി റിലയൻസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഇങ്ങനെ ഈ വർഷം ഈ കഴിഞ്ഞ 2-3 ക്വാർട്ടറായിട്ട് കൂടി വരുന്നതായിട്ടൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഞാൻ ഇതിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ആയിട്ടൊന്നും എടുക്കല്ലേ, ഈ വീഡിയോ അതൊന്നും അല്ല എൻ്റെ ഉദ്ദേശം. ബട്ട് വാട്ട് ഐ എം സെയിങ് ഇസ്, ഇങ്ങനെയൊക്കെ കുറേ ഡീറ്റെയിൽസും ഡേറ്റയൊക്കെ നോക്കി അനലൈസ് ചെയ്തിട്ടേ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, നിങ്ങളുടെ ഹാർഡ് ഏൺ മണി നിങ്ങളൊരു കമ്പനിയിൽ നിക്ഷേപിക്കുന്നുണ്ടാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഈ ഇങ്കി പൊങ്കി കളിച്ചിട്ട് കുറേ കമ്പനികളുടെ പേര് എഴുതി വെച്ചിട്ട് വട്ടം ചുമ്മാ കറക്കി കുത്തിയിട്ട് ഈ കമ്പനിയുടെ പേര് കൊള്ളാം, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനെ ചെയ്യില്ലല്ലോ. അങ്ങനെ ആരും ചെയ്തില്ല. ഇതൊക്കെ നോക്കിയിട്ടേ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, ഈ കാണുന്ന ഈ ഫിനാൻഷ്യൽ ഡേറ്റ എല്ലാം ആരാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്? റിലയൻസ് അല്ലേ? റിലയൻസിൻ്റെ ഡേറ്റ റിലയൻസിലെ തരുന്നത്. റിലയൻസിൻ്റെ ഉള്ളിൽ ആരായിരിക്കും ഇത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക? അക്കൗണ്ടൻറ്റ്. പക്ഷെ അക്കൗണ്ടൻറ്റ് ആരുടെ നിർദ്ദേശപ്രകാരം, ആര് തരുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക? റിലയൻസിൻ്റെ മാനേജ്മെൻറ്റ്. നൗ ഒന്ന് ആലോചിച്ച് നോക്കുക, റിലയൻസിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ആഗ്രഹം
നിങ്ങൾ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നായിരിക്കില്ലേ അല്ലേ? കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുക, ബാങ്കിൽ നിന്നും ലോൺ സ്വീകരിക്കുക, ഗവൺമെന്റിൽ നിന്നും സബ്സിഡി മേടിക്കുക, ഇതൊക്കെയല്ലേ റിലയൻസിന്റെ മാത്രമല്ല ഏതൊരു കമ്പനി, നിങ്ങളൊരു കമ്പനി ഇട്ടാൽ നിങ്ങളുടെ ആഗ്രഹം തന്നെ ആയിരിക്കും. ഇഫ് യു ആർ ദ മാനേജ്മെന്റ് ഓഫ് എൻ എൻറ്റിറ്റി, യു വാണ്ട് യുവർ ബിസിനസ് ടു ഗ്രോ. അതിന് ഫണ്ട് വേണം. അപ്പോൾ ഫണ്ട് അട്രാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? നിങ്ങൾക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഒരുപാട് സെയിൽസ് ഉണ്ട്, ഒരുപാട് അസറ്റ് ഉണ്ട്, നെറ്റ് വർത്ത് ഉണ്ട് എന്ന് ഷോക്കേസ് ചെയ്യാനായിരിക്കില്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പക്ഷേ നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ട ഇൻവെസ്റ്റേഴ്സിനെ കമ്പനിയിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട്, കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളുടെ പൈസ കിട്ടാനായിട്ട് ഇവർ വെറുതെ പറയുന്നതാണെങ്കിലോ, ഇത്രയും സെയിൽസ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്, അസറ്റ് ഉണ്ട്, അങ്ങനെ ആയിക്കോട്ടെ. ഈ ഫിഗേഴ്സിൻ്റെ ബേസിസിലല്ലേ നമ്മൾ പൈസ നിക്ഷേപിക്കുക. ഈ പറയുന്ന പ്രോഫിറ്റ്, സെയിൽസ്, അസറ്റ്, ലയബിലിറ്റി, ഈ അമൗണ്ട്സ് എവിടുന്ന് വന്നു? ആ സ്ഥാപനം തരുന്ന ഇൻഫർമേഷൻസ് ആണ് ഇതെല്ലാം. അല്ലാണ്ട് സ്ക്രീൻ എന്നുള്ള വെബ്സൈറ്റിൽ എങ്ങനെ ഇപ്പോൾ ഇതൊക്കെ വന്നേ? റിലയൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പബ്ലിക് ഇൻഫർമേഷൻസ് ഇതെല്ലാം. അപ്പോൾ ഒരു ചോദ്യം വരും, എന്ത് വിശ്വാസത്തിൽ? ഓക്കെ, റിലയൻസ്, ഓക്കെ, യെസ്, ഇറ്റ്സ് എ ബ്ലൂ ചിപ്പ് കമ്പനി, എസ്റ്റാബ്ലിഷ് കമ്പനി, ലിസ്റ്റഡ് കമ്പനി. ബട്ട് റിലയൻസ് മാത്രമല്ലല്ലോ, നിങ്ങൾക്ക് മറ്റൊരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യണം. ആ കമ്പനിയെ പറ്റി നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ലെറ്റ് സേ സം ABC ലിമിറ്റഡ്, ഏതോ ഒരു കമ്പനിയെ പറ്റി നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഇവരുടെ ഡേറ്റ ഇതുപോലെ സ്ക്രീനിൽ നിങ്ങൾ ഇങ്ങനെ അടിച്ചു നോക്കി. അപ്പോൾ ഇങ്ങനെ കുറേ പ്രോഫിറ്റും ഫിഗേഴ്സൊക്കെ കണ്ടപ്പോൾ യു ഫൗണ്ട് ദിസ് കമ്പനി വെരി പ്രോമിസിങ്. ഇന്ന് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 4-5 വർഷത്തിൽ ഒരു ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുകയാണ്, വിചാരിക്കുകയാണ്. ബട്ട് എന്ത് ധൈര്യത്തിൽ നിങ്ങൾ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യും? യെസ്, ഒബ്വിയസ്ലി ഷെയർ മാർക്കറ്റ് സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക്. പക്ഷേ എന്നാലും ഈ കാണുന്ന പ്രോഫിറ്റ്സും ഈ കാണുന്ന സെയിൽസും അസറ്റ്സും ഫിനാൻഷ്യൽ പൊസിഷനും ട്രസ്റ്റ് വർത്തിയാണോ എന്നൊരു സംശയം ഒരു ഇൻവെസ്റ്ററിന് തോന്നിക്കൂടെ? ലോൺ കൊടുക്കുന്നതിന് മുമ്പ് ഒരു ബാങ്കറിന് തോന്നിക്കൂടെ? സബ്സിഡി കൊടുക്കുന്നതിന് മുമ്പ് ഗവൺമെൻറ്റിന് തോന്നിക്കൂടെ? മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ കാണുന്ന ഈ നമ്മുടെ മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന, ആ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് എല്ലാം ശരിയാണോ എന്ന് പരിശോധിക്കാനായിട്ട് ഒരു പ്രൊഫഷണൽ വന്നു കഴിഞ്ഞാൽ നല്ലതല്ലേ? ആ പ്രൊഫഷണൽ ആണടാ നിങ്ങൾ, അല്ലെങ്കിൽ അതാവാനാണ് നിങ്ങൾ പോകുന്നത്. ഓഡിറ്റർ ഇസ് ദാറ്റ് പ്രൊഫഷണൽ. സോ ഓഡിറ്റർ എന്നുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് വന്ന് ഇപ്പം ഞാൻ കാണിച്ച പോലെയുള്ള ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസിനെ പരിശോധിച്ചതിന് ശേഷമാണ് അവരെന്ത് പറയുന്നത്? അവർ ഈ ഒപ്പീനിയൻ പറയുന്നത്. എന്ത് ഒപ്പീനിയൻ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശ്വസിക്കാമോ ഇല്ലയോ. ആ ഒപ്പീനിയൻ്റെ ബേസിസിലാണ് ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സിന്, ബാങ്കേഴ്സിന്, ഗവൺമെൻറ് അതോറിറ്റീസിന്, മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ ഈ സ്ഥാപനത്തിൽ നിക്ഷേപിക്കണോ വേണ്ടയോ, ലോൺ കൊടുക്കണോ വേണ്ടയോ, ഈ ബിസിനസ്സിൻ്റെ ഭാഗമാകണോ വേണ്ടയോ, അങ്ങനത്തെ ഒരുപാട് ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുന്നത്. ഐ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോഴും ഒരു ചോദ്യം വരും, ഓഡിറ്റർ ബയസ്ഡ് ആണെങ്കിലും അല്ലേ? ഇപ്പം ഈ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടിട്ട് വിശ്വാസം തോന്നാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ഓഡിറ്ററിനെ കൊണ്ടുവന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, സാറേ അപ്പോൾ ഓഡിറ്റർ കള്ളം പറഞ്ഞാലോ? ഓഡിറ്റർ മാനേജ്മെന്റിൽ നിന്നും പൈസ മേടിച്ചിട്ട് അങ്ങനെ ചെയ്താലോ? അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം. അല്ല, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ രക്ഷയൊന്നുമില്ല. അങ്ങനെ ഫ്രോഡ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഫ്രോഡ് ചെയ്യും. ഇപ്പോൾ എക്സാം ഹാളിൽ എത്ര സെക്യൂരിറ്റി ക്യാമറ ഉണ്ടെങ്കിലും, എത്ര ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടെങ്കിലും, കോപ്പി അടിച്ചിട്ട് അങ്ങനെ മോൾ പ്രാക്ടീസ് കാണിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. നമ്മളെന്തായാലും എത്തിക്സ് ഉള്ള, നമ്മൾ സ്റ്റാൻഡേർഡ്സ് അനുസരിക്കുന്ന, നമ്മൾ ലോ അബൈഡിങ് ആയിട്ടുള്ള സിറ്റിസൻസ് ആണ്. സോ നിങ്ങൾ നാളെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയാലും നിങ്ങളത് ചെയ്യില്ലെന്നറിയാം. എന്നിരുന്നാലും പബ്ലിക്കിൻ്റെ മുമ്പിൽ ഒരു വിശ്വാസതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു വാക്കും കൂടി ഈ ഡെഫിനേഷനിലോട്ട് ആഡ് ചെയ്യാം. ഓഡിറ്റിംഗ് ഇപ്പം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം എന്താണ്? ഇറ്റ് ഇസ് എ എക്സാമിനേഷൻ, പരിശോധനയാണ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് എനി എൻറ്റിറ്റി, വെദർ പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിക്കോട്ടെ, റെസ്പെക്ട് ഓഫ് സൈസ് ആൻഡ് ലീഗൽ ഫോം, വെൻ സച്ച് എൻ എക്സാമിനേഷൻസ് കണ്ടക്ടഡ് വിത്ത് എ വ്യൂ ടു എക്സ്പ്രസ് എൻ ഒപ്പീനിയൻ എന്ന് മനസ്സിലായല്ലോ. നൗ ഈ പറയുന്ന പബ്ലിക്കിന് വിശ്വാസ്യത കിട്ടാൻ വേണ്ടിയിട്ട് വി ആർ ആഡിങ് വൺ മോർ വേർഡ്, ദ കൺസെപ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ്. Now what you see on the screen is the complete definition of auditing as given by ICAI. Auditing is the not verum examination, independent examination of the financial information of any entity, whether profit oriented or not, irrespective of size or legal form, when such an examination is conducted with the view to express an opinion thereon. ഇതിങ്ങനെ ഈ ഡെഫിനേഷൻ മാത്രമല്ല, ഇതുപോലെ ഫുൾ സബ്ജക്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് പറയുന്ന ലെവലിലോട്ട് നിങ്ങൾ എത്തണം, ഇല്ലെങ്കിൽ ഞാൻ എത്തിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മളിപ്പോൾ നിങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ യെസ്, എന്താണ് ഈ ഇൻഡിപെൻഡൻ്റ് എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥം? നമ്മളെ അറിയാത്ത, നമുക്കറിയാത്ത ഒരു എക്സ്റ്റേണൽ തേർഡ് പേഴ്സൺ എന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാനാണ് ഇൻഡിപെൻഡൻ്റ് എന്നുള്ള വാക്ക് കൊണ്ടുവന്നേക്കുന്നത്, അല്ലേ? ഇന്ത്യ ഈസ് എ ഇൻഡിപെൻഡൻറ്റ് കൺട്രി. പക്ഷേ ആ ഇൻഡിപെൻഡൻസ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആ സ്വാതന്ത്ര്യമല്ല. ഇവിടെ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ യെസ്, വി ആർ സ്വതന്ത്രം ഫ്രം ദ ഇൻഫ്ലുവൻസസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ബയസിൽ നമ്മൾ വീഴുന്നത്. മാനേജ്മെൻറ്റിനോട് നമ്മൾക്ക് ബയസില്ല, നമ്മൾ പ്രിജുഡൈസ്ഡ് അല്ല. നമ്മൾ നിഷ്പക്ഷമായി, ഒബ്ജക്റ്റീവായി, സത്യസന്ധമായിട്ടാണ് ഈ ഒപ്പീനിയൻ പറയാൻ വേണ്ടി വരുന്നത്. ഞാൻ ആ സ്ഥാപനത്തിൽ നിന്നും യാതൊരു പ്രോഫിറ്റും കാക്ഷിക്കാതെ, ഞാൻ ആ സ്ഥാപനവുമായിട്ട് യാതൊരു ബന്ധവും പുലർത്താതെ, ഞാൻ വളരെ നിഷ്പക്ഷമായി തേർഡ് പേഴ്സൺ ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള വ്യൂ പറയുന്നു
എന്ന് കാണിക്കാനാണ് നമ്മുടെ ഡെഫിനിഷനിൽ ഈ സബ്ജക്റ്റ് ഉള്ളത്. ആൻഡ് അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ നടത്താൻ വേണ്ടി വരുന്ന ഒരു പ്രൊഫഷണൽ ആകുന്നു നിങ്ങൾ ഓഡിറ്റേഴ്സ്. അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാകുന്നുണ്ടോ? നോ, എങ്ങനെയാണ് സാർ ഇൻഡിപെൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അത് വീണ്ടും അടുത്ത കൺസെപ്റ്റിലോട്ടൊക്കെ പോകും. 2 തരത്തിലാണ് ഇൻഡിപെൻഡൻസ് ഉണ്ടാവേണ്ടത്. യു മസ്റ്റ് ബി ഹാവിങ് ഇൻഡിപെൻഡൻസ് ഇൻ മൈൻഡ് ആൻഡ് യു മസ്റ്റ് ബി ഹാവിങ് ഇൻഡിപെൻഡൻസ് ഇൻ അപ്പിയറൻസ് ഓൾസോ. സാറേ ഇൻഡിപെൻഡൻസ് ഇൻ മൈൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അതായത് ഒരു കാരണവശാലും ഞാൻ എൻ്റെ സത്യസന്ധത, എൻ്റെ നിഷ്പക്ഷത ഒന്നും കോംപ്രമൈസ് ചെയ്യില്ല, അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് ഓഡിറ്റർ പോകേണ്ടത്. ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻസ് ഇൻ മൈൻഡ്. നോ, മനസ്സിൽ മാത്രം നീ ഇങ്ങനെ വിചാരിച്ചാൽ പോരാ, നാട്ടുകാർക്ക് കൂടി തോന്നണം നീ ഇൻഡിപെൻഡൻ്റ് ആണെന്ന്. അതായത് നിന്റെ ഇൻഡിപെൻഡൻസ് കോംപ്രമൈസ്ഡ് ആണ്, നീ ആ സ്ഥാപനത്തിന് വിധേയനാണ് എന്ന രീതിയിൽ പബ്ലിക്കിന് തോന്നുന്ന സിറ്റുവേഷൻസ് നീ ഉണ്ടാക്കരുത്. അതാണ് ഇൻഡിപെൻഡൻസ് ഇൻ അപ്പിയറൻസ്. ഇൻഡിപെൻഡൻസ് അവോയ്ഡൻസ് മീൻസ് avoidance of all the circumstances where a third person might believe you don't have objectivity. അപ്പോൾ ഇതൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള കൺസെപ്റ്റ് പോകും. അതൊക്കെ നമുക്ക് പ്രോപ്പർ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് പഠിക്കാം. എങ്ങനെ ഇൻഡിപെൻഡൻസിനെ സേഫ് ഗാർഡ് ചെയ്യാം, ഇൻഡിപെൻഡൻസ് ഉണ്ടാകാവുന്ന ത്രെറ്റ് എന്തൊക്കെയാണ്, ദ കൺസെപ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഒക്കെ കുറച്ചധികം പറയാനായിട്ടുണ്ടാവും. നമുക്കിപ്പോൾ ഈ ഫസ്റ്റ് ബ്രിഡ്ജ് കോഴ്സിൽ നമ്മുടെ ഈ പാർട്ട് 2 ബ്രിഡ്ജ് കോഴ്സ് വെച്ചാൽ യെസ് ടു അണ്ടർസ്റ്റാൻഡ് ജസ്റ്റ് ടേക്ക് സ്മോൾ സ്റ്റെപ്സ് ടുവാർഡ്സ് ദ സബ്ജക്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് വലുതായിട്ട് ഇപ്പോൾ കയറണ്ട, അതിനൊക്കെ സമയമുണ്ട്. ഓക്കെ, അപ്പോൾ യെസ്, ഈ ഓഡിറ്റിംഗ് എന്ന് വെച്ചാൽ ഇതാണ് ബേസിക്കലി ഡെഫിനിഷൻ. ഇതാണ്. ആ ഡെഫിനിഷനിൽ തന്നെ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിൻ്റെ ഒരു നേച്ചറും ഇതിൻ്റെ പർപ്പസും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓഡിറ്റിംഗ് ഇസ് എൻ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ. എന്തുകൊണ്ട് ഇൻഡിപെൻഡൻ്റ് എന്ന് എടുത്ത് പറയുന്നു? ബിക്കോസ് എന്നാലേ നമ്മൾ പറയുന്ന ഒപ്പീനിയൻ ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും ഒക്കെ വിശ്വാസ്യത ഉണ്ടാകത്തുള്ളൂ. ആ ഒരു വിശ്വാസ്യത കൊടുക്കുക, ആ ഒരു അഷ്വറൻസ് കൊടുക്കുക, ആ ഒരു ഉറപ്പ് നൽകുന്ന പ്രൊഫഷണലാണ് നമ്മൾ ഓഡിറ്റേഴ്സ്. മനസ്സിലാകുന്നുണ്ടോ? യെസ്. അപ്പോൾ തൽക്കാലം എനിക്ക് തോന്നുന്നു ദിസ് ബ്രിഡ്ജ് കോഴ്സ് പാർട്ട് 2 നമുക്ക് വീഡിയോ ഇവിടെ സമാപ്ത് ഹോഗയ ആക്കാം. കാരണം ഇതിനപ്പുറത്തേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാലും ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് യു ഹാവ് ടു ഫേസ് ദിസ്, യു ഹാവ് ടു സ്റ്റഡി ദിസ്, യു ഹാവ് ടു ഏസ് ദിസ്. ബട്ട് അതിന് വേണ്ടിയിട്ട് ഐ എം വെൽക്കമിങ് യു ടു ദ ക്ലാസ്സസ്. സോ യെസ്, ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ ഉടനെ തന്നെ കാണാം. ഓൾസോ വി ഹാവ് ഹൈബ്രിഡ് ക്ലാസ്സസ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓഫ്ലൈനായിട്ട് നേരിട്ട് വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ക്ലാസ്സസ് എല്ലാം തന്നെയും നമുക്ക് ഹൈബ്രിഡ് മോഡിലും ആണ് നമ്മൾ ക്ലാസ് കണ്ടിരിക്കുന്നത്. അതായത് ക്ലാസ് റൂമിൽ തന്നെ നമുക്കൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ട്. സോ വൈൽ ഐ എം ടേക്കിംഗ് ദ ക്ലാസ്, നിങ്ങൾക്ക് ഓഫ്ലൈൻ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്നെ മുന്നിൽ നിന്ന് കണ്ട് പഠിക്കാം എന്നതിന് ഉപരി അതിനൊപ്പം തന്നെ ഈ ട്രാവൽ ചെയ്ത് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ദൂരെയാണ്, നിങ്ങൾ ഇന്ത്യക്ക് പുറത്തൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ വീട്ടിൽ സൗകര്യത്തിൽ ഇരുന്നുകൊണ്ട് ഓൺലൈനായിട്ടും ഈ ക്ലാസ് ലൈവ് സ്ട്രീം ചെയ്ത് കാണാൻ പറ്റുന്നതാണ്. അതേപോലെ നമ്മുടെ ട്രിവാൻഡ്രം, കാലിക്കറ്റ് ബ്രാഞ്ചസിലുള്ള കുട്ടികൾക്കും കൊച്ചിയിൽ നമ്മൾ എറണാകുളം ക്ലാസ് റൂമിൽ ഷൂട്ട് ചെയ്യുന്ന ഈ വീഡിയോസ് എല്ലാം നിങ്ങളുടെ ട്രിപ്പിൾ ലേണിംഗ് ആപ്പിലും ഇത് അപ്ലോഡ് ആവുന്നുണ്ടാവും. സോ ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്ലാസ് മിസ്സായി പോയാലും നിങ്ങൾക്ക് യു ഡോണ്ട് ഹാവ് ടു വറി, യു ക്യാൻ ക്യാച്ച് അപ്പ്. വൈകുന്നേരം വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ക്ലാസ്സസ് കണ്ടെടുക്കാനൊക്കെ ഉള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ യെസ്, അതെല്ലാം നിങ്ങൾ അഡ്മിഷൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് യു വിൽ ബി ഗിവൺ ദാറ്റ് ഇൻഫർമേഷൻ. ഓൾറെഡി ട്രിപ്പിൾ പഠിച്ചിട്ട് കുട്ടികളാണെങ്കിൽ യു ബി നോയിങ് ഓൾ ദോസ് തിങ്സ് ഓൾസോ. സോ യെസ്, ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് വീഡിയോ. ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്ക് അപ്പോൾ നേരിട്ട് കാണാം. നിങ്ങളുടെ വിജയക്കുതിപ്പ് അശ്വമേധയാഗം പോലെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക, വിജയിച്ചുകൊണ്ടേയിരിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. സോ യെസ്, സി യു ഓൾ സൂൺ. താങ്ക് യു. ബൈ.